കൃത്യമായ കാന നിർമ്മാണം ഇല്ലാത്തതിനാൽ പലപ്പോഴും കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട്. സമാന സാഹചര്യമാണ് തൃശൂർ നഗരത്തിലെ കുറുപ്പം റോഡിൽ. നടവഴികളുടെയും കാനകളുടെയും നിർമ്മാണത്തിലെ അപാകത മൂലം ഈ റോഡിലൂടെയുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാഹസികമായി മാറുകയാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും കാൽനടയാത്രക്കാരെയും ഇരുചക്ര വാഹനക്കാരെയും അതുപോലെ വ്യാപാരികളെയും ഒക്കെ വലിയ ദുരിതത്തിലാക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മഴക്കാലം കൂടി എത്തുന്നതോടെ ദുരിതം ഇരട്ടിയാകും എന്നാണ് ആശങ്ക. ഈ ഞാണുമേൽ കളി എന്ന് കേട്ടിട്ടില്ലേ? തൃശ്ശൂരിലെത്തിയാൽ അത് കണ്ടറിയാം. കോടികൾ മുടക്കി നിർമ്മിച്ച റോഡാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിലൂടെ കാൽനടയായി നടക്കണമെങ്കിൽ ജീവൻ കയ്യിൽ പിടിക്കേണ്ട അവസ്ഥയും. ചെട്ടിയങ്ങാടി മുതൽ സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാൽ വരെയുള്ള പ്രദേശമാണ് കാൽനടയാത്രക്കാരുടെ ദുരിതക്കയം. റെയിൽവേ സ്റ്റേഷനിലേക്കും KSRTC ശക്തൻ ബസ് സ്റ്റാൻഡുകളിലേക്കും സ്വരാജ് റൗണ്ടിൽ നിന്ന് പോകുന്നവരും തിരികെ വരുന്നവരും ഈ റോഡിന് മധ്യേ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 2 വാഹനങ്ങൾ ഇരുദിശയിൽ നിന്നും എത്തിയാൽ കാൽനടയാത്രക്കാർ പ്രതിസന്ധിയിലാകും. ഇതിലൂടെ പോകുന്ന വളരെ പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ, ഇതൊക്കെ വളരെ എന്താണ് ഒരു വരയുടെ വ്യത്യാസത്തിന് അപകടം ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഇഷ്ടംപോലെ സാഹചര്യം. ഞങ്ങൾ തന്നെ ആരോഗ്യമുള്ളവർക്ക് പോലും ഇതിലൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇത് ഒരു കൊടും ക്രൂരതയാണ് ജനങ്ങളോട് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ വളരെ ഒരുക്കത്തോടുകൂടി ചെയ്യേണ്ടതല്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡാണ് കുറുപ്പ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരത്തെ ഏറ്റവും തിരക്കേറിയ റോഡാണ്. സാധാരണ നിരപ്പിൽ നിന്നും 2 അടിയോളം ഉയരത്തിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. കാന നിർമ്മിക്കാതെ റോഡ് ഉയർത്തിയതിനാൽ വ്യാപാരികളും ആശങ്കയിലാണ്. മഴ പെയ്താൽ വെള്ളം റോഡിൽ നിന്ന് കടകളിലേക്ക് ഇറങ്ങുമെന്നതാണ് ആശങ്ക. ടാറിങ്ങിന്റെ അവശിഷ്ടങ്ങൾ റോഡിന്റെ ഇരുവശത്തുമിട്ടാണ് കോൺക്രീറ്റ് റോഡിന്റെ കൂർത്ത വശം മറച്ചിരിക്കുന്നത്. മഴ പെയ്താൽ ഈ മണ്ണും കല്ലും ടാറും ചെളിക്കുളമായി കടകളിലേക്ക് ഒഴുകിയെത്തുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇപ്പോൾ നോക്കിയ റോഡും കടകളും തമ്മിലുള്ള വ്യത്യാസം, ഹൈറ്റ് വ്യത്യാസം വളരെ വലുതാണ്. മഴ പെയ്താൽ കടയിലേക്ക് വെള്ളം കയറും. 60,000 രൂപ ചിലവാക്കി കട ഉയർത്തി ടൈൽസ് ഇട്ട് അതിനുള്ള ഒരുക്കങ്ങൾ കടക്കാർ ചെയ്യേണ്ടി വരും. അതും ഏകദേശം ഒരു 10-80 കടകളുണ്ട് ഈ കുറുപ്പ് റോഡിൽ. ഈ കുറുപ്പ് റോഡിൽ തന്നെ ഈ കടക്കാർ ഈ 50,000-60,000 വെച്ചിട്ട് ചിലവ് ചെയ്യുമ്പോൾ എത്രമാത്രം സംഖ്യയാണ് പൊതുജനത്തിൻ്റെ നഷ്ടപ്പെട്ടു പോകുന്നത്. റോഡ് നിർമ്മാണത്തിൽ തൃശൂർ മേയർ MK വർഗീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് വ്യാപാരികൾ ഉയർത്തുന്നത്. ഇനി അപകടം ഉണ്ടായാൽ ആരും ഉത്തരവാദിത്തം പറയും? ഉത്തരവാദി ശരിക്കും പറഞ്ഞാൽ മേയർ തന്നെയാണ്. മേയർ പറഞ്ഞ മഴ പെയ്യുന്നത് കടയിലേക്ക് കയറിയതിന് ഞങ്ങൾ മഴ ഉൽപ്പാദിപ്പിച്ചതാണോ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള യാതൊരു വിദ്യാഭ്യാസപരമായിട്ട് യാതൊരു ബോധമില്ലാത്തൊരു മറുപടിയാണ് മേയർ അടക്കം പറയുന്നത്. മഴ ഞങ്ങൾ പെയ്യിപ്പിച്ചതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയൊരു കഷ്ടം വേറെയില്ല. മഴ പെയ്യും, കടകളിലേക്ക് വെള്ളം കയറി, കുറേ കടകളിലേക്ക്. ഒരു കടക്കാരന് 4 ലക്ഷം രൂപയോളം നഷ്ടം വന്നു വെള്ളം കയറിയിട്ട്. മോട്ടറുകളും മെഷീനറികളൊക്കെ നനഞ്ഞു പോയി. ഇനിക്ക് ആരോട് പറയാൻ? യാതൊരു ലക്ഷ്യബോധമില്ലാത്തൊരു കോർപ്പറേഷൻ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കാന നിർമ്മാണം പൂർത്തീകരിക്കണമെങ്കിൽ 6 മാസമെങ്കിലും എടുക്കുമെന്നാണ് വിലയിരുത്തൽ. മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി നിലനിൽക്കെ വലിയ ആശങ്കയിലാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ. അപകടം പതിയിരിക്കുന്ന ഇടമായി നഗരത്തിലെ ഈ റോഡുകൾ മാറുകയാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. മഴ കൂടി കനത്താൽ ഈ ദുരിതം ഇരട്ടിയാകുമെന്ന ആശങ്കയിലാണ് പൊതുജനവും നാട്ടുകാരും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.